Hello. Welcome to Market Discussion of the Day. Today, July 22nd, 2025, Tuesday ആണ്. സോ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇന്ന് വളരെ വലിയ ഫണ്ടമെൻ്റൽസ് വരുന്ന ദിവസമാണ്. അതുകൊണ്ടിട്ട് നമ്മൾ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ നമ്മളുടെ മുന്നിലുള്ളത് ഇന്ന്. കാരണം ഇന്ന് ഒരുപാട് എന്താ പറയുക, ഇപ്പോൾ ഇന്ന് മെയിനായിട്ടുള്ള ഫണ്ടമെൻ്റൽസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് വലിയൊരു മൂവ്മെൻറ്റ് തന്നെ ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിൻ്റെ മെയിൻ റീസൺ ഉച്ചയ്ക്ക് 1:30 മണിക്ക് UK ടൈമിങ് 1:30 മണിക്ക് ഫെഡ് ചെയർ പവലിൻ്റെ സ്പീച്ച് തന്നെയാണ്. ഓക്കെ, സോ ആ സ്പീച്ചിനകത്ത് ബേസിക്കലി നമ്മൾ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ക്രിപ്റ്റോ അസറ്റ്സ് എന്താ പറയുക അതിന് പ്രോപ്പറായിട്ടൊരു ബില്ല് പാസ്സാക്കി എന്നുള്ളൊരു വാർത്ത നമ്മൾ ഇന്നലെ കേട്ടിട്ടുണ്ടായിരുന്നു. അത് US പ്രസിഡന്റ് കഴിഞ്ഞ വീക്കെൻഡിൽ അതിനെക്കുറിച്ചുള്ള അനൗൺസ്മെൻറ്റ് നടത്തുകയും പെട്ടെന്ന് മാർക്കറ്റ് ഒരു വലിയൊരു ഇപ്പം ഗോൾഡിൻ്റെ മാർക്കറ്റൊക്കെ ഇന്നലെ നോക്കിക്കഴിഞ്ഞാൽ 3340 റേഞ്ചിൽ നിന്ന് 3400 എന്ന് പറയുന്ന റേഞ്ചിലോട്ടൊക്കെ എത്തിയ അതൊറ്റ ദിവസം കൊണ്ടാണ്. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് 3340 നിന്ന് നേരെ 3400 ടച്ച് ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അല്ലേ? സോ ബേസിക്കലി ഇന്ന് അതിൻ്റെ വലിയ ഒരു ചാഞ്ചാട്ടം വീണ്ടും ഉണ്ടാവും. ഫെഡ് ചെയർ സ്പീച്ച് ആക്ച്വലി ഒരു 10 മിനിറ്റ് ആയിരിക്കും സ്പീച്ച് ഉണ്ടാവുക. ആ സ്പീച്ച് കഴിഞ്ഞിട്ട് പിന്നീട് എന്താ പറയുക പ്രസ് കോൺഫറൻസ് ഉണ്ടാവും. പ്രസ് കോൺഫറൻസിൽ ഉറപ്പായിട്ടും ഇങ്ങനത്തുള്ള ചോദ്യങ്ങളുണ്ടാവും. ആ ചോദ്യങ്ങൾ വെച്ചിട്ടായിരിക്കും ഉറപ്പായിട്ടും ഒരു മാർക്കറ്റിൽ വലിയൊരു വോളറ്റാലിറ്റി ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി. അതിൻ്റെ കൂടെ തന്നെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ബെയ്ലിയുടെ സ്പീച്ചുണ്ട്, അതേപോലെ ECB പ്രസിഡന്റ് ലഗാർഡിൻ്റെ സ്പീച്ചും കൂടെ ആവുമ്പോൾ മാർക്കറ്റിലുള്ള എല്ലാ പെയേഴ്സിനെയും മേജർ പെയേഴ്സ് ഗോൾഡ്, GBP, അതേപോലെ യൂറോ, USD ഇതിലെല്ലാം വലിയൊരു വോളറ്റാലിറ്റി ഈ പറയുന്ന സമയങ്ങളിൽ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം നമ്മൾ തള്ളിക്കളഞ്ഞുകൂടാ. അതിൻ്റെ കൂടെ എന്താ പറയുക പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ബേസിക്കലി ഈ ക്രിപ്റ്റോ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകളാണെങ്കിലും ജപ്പാനിൽ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജപ്പാനിലെ എക്സിസ്റ്റിംഗ് ഗവൺമെൻറ് ഭൂരിപക്ഷം കിട്ടാതെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രസിഡന്റ് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ റെസിഗ്നേഷൻ ഇപ്പം ചെയ്യുന്നില്ല. US-ഉമായിട്ടുള്ള താരിഫിൻ്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അതിനൊരു തീരുമാനമായതിനു ശേഷം മാത്രം റെസിഗ്നേഷനിലോട്ട് പോകാം എന്നുള്ളൊരു കാര്യമാണ് അവിടുന്ന് വന്നിട്ടുള്ള ന്യൂസ്. പക്ഷേ അത് എന്താണ് US-ൻ്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനം എന്നുള്ളൊരു കാര്യം അറിയില്ല. കാരണം ഭൂരിപക്ഷം ഇല്ലാത്തൊരു ഗവൺമെൻറ്റിൻ്റെ കൂടെ ചർച്ച ചെയ്യാനായിട്ട് US തയ്യാറാകുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ കണ്ടറിയണം എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് അൺസർട്ടനിറ്റി ഉണ്ടാക്കുന്ന ന്യൂസുകളാണ് ഇതെല്ലാം. അതേപോലെ തന്നെ റഷ്യ-ഉക്രൈൻ വാർ സംബന്ധിച്ചിടത്തോളം അത് അത്യാവശ്യം വലിയൊരു എന്താ പറയുക ഓൾ ടൈം ഹൈയിൽ ബോംബുകൾ ഇടുന്നു പല സ്ഥലങ്ങളിൽ എന്നൊക്കെയുള്ള ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. ഇതെല്ലാം മാർക്കറ്റിനെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ ഇത്രയാണ് ബേസിക്കലി നമുക്ക് പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന്. അതിൻ്റെ കൂടെ എന്താ പറയുക നമ്മളുടെ ഇസ്രയേൽ പ്രസിഡന്റ് പല സ്ഥലങ്ങളിൽ ബോംബിടുന്നു, അല്ലെങ്കിൽ അവിടെ ഫുഡിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരിലോട്ട് ബോംബിടുന്നതൊക്കെ വലിയൊരു പ്രശ്നം ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ബോംബിടാനായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെന്നും കൂടെ മനസ്സിലാക്കുക. അതിൻ്റെ കൂടെ ഈ പറയുന്ന ഫെഡ് ചെയറിൻ്റെ സ്പീച്ച് കൂടെ വരുമ്പോൾ ഇതൊരു വല്ലാത്തൊരു ദിവസമാണ്. അതുകൊണ്ടിട്ട് തന്നെ ഇന്നത്തെ ദിവസം ട്രേഡ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ഞാൻ കുറച്ച് എന്താ പറയുക ലെവൽസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം എന്നുള്ളൊരു കാര്യം മാത്രമാണ്. കാരണം നാളെയും മറ്റന്നാളും ഒക്കെ നമുക്ക് ടെക്നിക്കൽ ഡേ ആണ്. നാളത്തോടെ നമുക്ക് ഒരുവിധം മാർക്കറ്റിൻ്റെ ഒരു ദിശയും അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഈ ആഴ്ചത്തെ റേഞ്ചൊക്കെ നമുക്ക് മനസ്സിലാവും. ചിലപ്പോൾ ഇന്ന് മാർക്കറ്റ് ചിലപ്പോൾ ഒറ്റയടിക്ക് 50, 60 അല്ലെങ്കിൽ ചിലപ്പോൾ $100 മുകളിലോട്ട് പോകാം. ചിലപ്പോൾ താഴോട്ടൊരു 50, 60, 70 അല്ലെങ്കിൽ $100 താഴോട്ടും പോകാം. അതുകൊണ്ടിട്ട് ഇന്ന് തൽക്കാലം നമുക്ക് തീരുമാനം എടുക്കാതെ നാളെ വെയിറ്റ് ചെയ്തിട്ട് റേഞ്ച് മനസ്സിലാക്കിയിട്ട് ഗോൾഡിൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്നുള്ളൊരു കാര്യമാണ് ഞാൻ എടുത്ത് പറയുന്നത്. നമ്മൾ നേരെ JPYയിലോട്ട് വരുമ്പം JPY നമ്മൾ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് 148 സപ്പോർട്ടാണ്. പക്ഷേ 148 അവിടെ നിന്ന് തൽക്കാലം ബൈ ഒന്നും എടുക്കേണ്ട. കാരണം ഈ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ നിൽക്കുന്നത് കൊണ്ട് തൽക്കാലം ഒന്നും ചെയ്യേണ്ട എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്താണ് അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ കുറേ പ്രശ്നങ്ങളും അതേപോലെ തന്നെ JPY ഒക്കെ
ജപ്പാൻ ഗവൺമെൻറ്റും അതേപോലെ JPY ഒക്കെ ഒറ്റയടിക്ക് താഴോട്ട് പോകാനായിട്ടുള്ള ശക്തിയുള്ളൊരു ന്യൂസാണ് ജപ്പാനിൽ നിന്ന് വന്നിട്ടുള്ളതെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അത് പൊളിറ്റിക്കലായിട്ടൊരു ഇഷ്യൂ ആണ്, വേറൊരു ഇഷ്യൂ അല്ല. പക്ഷേ എന്നിരുന്നാലും ചിലപ്പോൾ അത് വലിയൊരു ഇമ്പാക്റ്റ് JPY ഉണ്ടാക്കാം. അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക, എന്താണ് അവിടുന്ന് നമുക്ക് ആ റേഞ്ച് മനസ്സിലാക്കിയതിന് ശേഷം 148 വീണ്ടും ഇനി റെസിസ്റ്റ് ചെയ്യുമോ അതോ 148ൻ്റെ മുകളിലായിട്ട് മാർക്കറ്റ് ഇനി പോകുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമുക്കൊരു ട്രേഡിലോട്ട് പോകാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ളത്. ചിലപ്പോൾ 148 വീണ്ടും അവിടെ റെസിസ്റ്റഡ് ആയാൽ മാർക്കറ്റ് ഒന്നും കൂടെ 142 പോകും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 148 ബൈ എടുക്കുന്ന ആൾക്കാരുടെ ഇത് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് 147.4 ഓക്കെ. അപ്പോൾ ഈ 147.4 താഴെയായിട്ട് പല ക്യാൻഡിൽസ് ഓപ്പണായി, 1 hour ക്യാൻഡിൽസ് ഓപ്പണായി എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ റീസൺ. ദാറ്റ് ഈസ് എൻ ഇൻഡിക്കേഷൻ ദാറ്റ് മാർക്കറ്റ് ക്യാൻ ഗോ ഡൗൺ എന്നുള്ളൊരു ഇൻഡിക്കേഷനാണത്. അതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റ് താഴോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റിയും കൂടുതലാണ്. അതുകൊണ്ടിട്ട് മാർക്കറ്റിൻ്റെ ഒരു ദിശ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ട്രേഡിലോട്ട് ഇറങ്ങുക. യൂറോ ഇന്നലെ നല്ല രീതിയിൽ റീട്രേസ് ചെയ്ത് മുകളിലോട്ട് പോയി 1.1712 വരെ എത്തിയിട്ടുണ്ട്. പക്ഷേ 1.1700 ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോയിട്ടുമില്ല. ഇവിടുന്ന് ഒരു സെല്ല് എടുക്കണമെന്നൊന്നും റെക്കമെൻഡേഷൻ ഇല്ല. പക്ഷേ നമുക്കുള്ളൊരു പ്രോപ്പർ ബൈ 1.1500 തന്നെയാണ് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. നേരെ നമ്മൾ GBPയിലോട്ട് വരുമ്പം GBP 1.363468 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. നമുക്കറിയാം 1.3450 എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി. അതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റ് ഇനി താഴോട്ട് മുകളിലോട്ട്, അതായത് 1.3450 ബ്രേക്ക് ചെയ്ത് താഴെ വരാതെ താഴോട്ട് ഉള്ളൊരു ഇൻഡിക്കേഷൻ ഇല്ല. എന്നിരുന്നാലും അടുത്തൊരു ബൈ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി എവിടെയാണെന്ന് വെച്ചാൽ സെൽ ഓപ്പർച്യൂണിറ്റി ഇല്ല GBPയിൽ, നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ അല്ലേ. നമുക്ക് അടുത്ത ബൈ പോയിന്റ് 1.3300 ഉള്ളൊരു ബൈ ആണ് ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു ബൈ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇല്ലെങ്കിൽ 1.3500 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്നുള്ളൊരു ബൈ ആണ് അടുത്തൊരു ബൈ എൻട്രി. എന്തിനകത്ത്? നമ്മളുടെ GBPക്കകത്തുള്ളത്. ഓക്കെ. സോ 1.3300 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ 1.3500 അടുത്ത് കിട്ടിക്കഴിഞ്ഞാലും ബൈ ആണ്. ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡ് ഇന്നലെ 3348 റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്തു. മാർക്കറ്റ് പിന്നീട് ഒറ്റയടിക്ക് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അല്ലേ. 3402 വരെ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഒരു റീട്രേസ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. 3380 എന്ന് പറയുന്നത് ഒരു സപ്പോർട്ട് ലെവലാണ്. അവിടുന്ന് വേണം എന്നുള്ള ആൾക്കാർക്ക് ബൈ ചെയ്യാം. പക്ഷേ എൻ്റെ റെക്കമെൻഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെഡ് ചെയറിൻ്റെ സ്പീച്ചിന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നമ്മളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ട്രേഡ് എടുക്കാതിരിക്കുന്നതും നല്ലൊരു ഓപ്ഷനാണ് എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. കാരണം ഇന്ന് മേജർ ഈവൻ്റ് ആണ്. അതുകൊണ്ടിട്ട് തന്നെ 3400 എന്ന് പറയുന്നതിന് അത്രയും വലിയൊരു സപ്പോർട്ട് ഉണ്ടായല്ലോ. നമുക്കറിയാം റഷ്യ ഉക്രൈൻ ഇറാൻ ഇസ്രായേൽ വാറിൻ്റെ സമയത്ത് 3400 റേഞ്ചിൽ കിടന്ന് കറങ്ങുന്ന ഗോൾഡായിരുന്നു. സോ ഗോൾഡ് അന്ന് നമ്മളുടെ ഇറാൻ പോയിട്ട് എവിടെയാണ്, ഖത്തറിൽ ബോംബിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബോംബിട്ട സമയത്ത് പോലും 3400 ബ്രേക്ക് ആയിട്ടില്ല. സോ അതൊരു പ്രോപ്പർ പക്കാ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം വളരെ ക്രൂഷ്യലാണ്. ഇന്നത്തെ ദിവസം 3400 ക്രോസ് ചെയ്തില്ലെങ്കിൽ ഗോൾഡ് ചിലപ്പോൾ 3400 ക്രോസ് ചെയ്യാതെയും ഇരിക്കാം അൺടിൽ ഓഗസ്റ്റ് 1 കേട്ടോ. ഓഗസ്റ്റ് 1 നമ്മുടെ താരിഫിൻ്റെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ വരുന്നത്. സോ ഓഗസ്റ്റ് 1 വരെ അതൊരു സപ്പോർട്ടായിട്ട് ഇരിക്കാനായിട്ടുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഓക്കെ. സോ ഇന്നത്തെ ദിവസം കഴിഞ്ഞിട്ട് ഇപ്പം ഇന്നത്തെ ദിവസം നമ്മളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ട്രേഡ് എടുക്കുക. വേണമെന്നുള്ള ആൾക്കാർക്ക് 3382-83 റേഞ്ചിൽ ബൈ എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. സ്റ്റോപ്പ് ലോസ് വേണം 3370 താഴെയായിട്ട് പ്രോപ്പറായിട്ടുള്ള സ്റ്റോപ്പ് ലോസും 100% വെക്കും എന്നുള്ള ആൾക്കാർക്ക് മാത്രം അവിടെ നിന്നുള്ളൊരു ബൈ റെക്കമെൻഡഡ് ആണ്. ഇല്ലാത്തുള്ള ആൾക്കാർക്ക് ഞാൻ ഒരു ബൈയും റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ. സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറയാനായിട്ടുള്ളത്. സേഫായിട്ടിരിക്കുക. ഇന്ന് പ്രത്യേകിച്ച് ട്രേഡൊന്നും എടുക്കാതിരിക്കുക. ഞാനും ഇന്ന് പ്രത്യേകിച്ച് ട്രേഡൊന്നും എടുക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഇല്ല. ഞാനൊരു ക്രിക്കറ്റ് മാച്ച് കാണാൻ പോവുകയാണ്. നമ്മുടെ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക എന്താ പറയുക മാച്ച് നടക്കുന്നുണ്ട് ഇവിടെ തൊട്ടടുത്ത്. അപ്പം ഞാനും ആ ഒരു മാച്ച് കാണാൻ പോവുകയാണ്. കാരണം അതുകൊണ്ടിട്ട് ഇന്ന് ഞാനും ട്രേഡൊന്നും എടുക്കുന്നില്ല. അല്ലെങ്കിൽ ഞാൻ ഇന്ന് എടുക്കത്തില്ലായിരുന്നു. ഓക്കെ.
സോ അതൊക്കെയാണ് ഇന്നത്തെ ദിവസം എനിക്ക് മാർക്കറ്റ് ഡിസ്കഷനിൽ പറയാനായിട്ടുള്ളത്. ഉറപ്പായിട്ടും നമുക്ക് മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ അതിൻ്റെ കൂടെ നമുക്ക് നമ്മളുടെ പുതിയ ബാച്ച് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയാൻ മറന്നുപോയി. ഇന്ന് ചൊവ്വാഴ്ച, എല്ലാ ചൊവ്വാഴ്ച നിങ്ങൾക്ക് അറിയാമല്ലേ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും, അതിൻ്റെ ബേസിക്സ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.